ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ മറ്റ് ആശുപത്രികളിലേക്കും അന്വേഷണം. ബംഗ്ലാദേശ്, UAE, ചൈന, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ MBBS ബിരുദം നേടിയവരിലേക്കാണ് അന്വേഷണം. ഡോക്ടേഴ്സിന്റെ രേഖകൾ നൽകാൻ സുരക്ഷാ ഏജൻസികൾ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ചില സംശയങ്ങൾ, ചില ദുരൂഹതകളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒപ്പം തന്നെ ഡൽഹിയിലെ ഭൂമി തന്നെ സ്വന്തമാക്കിയത് ശരിയായ രീതിയിലൂടെ അല്ല എന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെ നിർണായകമായ പല വിവരങ്ങളും തെളിവുകളുമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ വ്യാപ്തി, അത് അൽഫല സർവകലാശാലയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും വിദേശ രാജ്യങ്ങൾ, അത് ബംഗ്ലാദേശ്, UAE, ചൈന, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ MBBS ബിരുദം പൂർത്തിയാക്കിയ ഡോക്ടേഴ്സിലേക്കാണ് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഈ സംഘം, വൈറ്റ് കോളർ സംഘത്തിൽപ്പെട്ടവർ ഇവരുമായി സൗഹൃദമുണ്ടാക്കിയിരുന്നു എന്നും ഇവരുടെ ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ സഹായം നൽകിയിരുന്നു ഇവർക്ക് പുറമെ നിന്നുള്ള ഇത്തരത്തിലുള്ള പല ഡോക്ടേഴ്സും എന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഡോക്ടേഴ്സിന്റെ രേഖകൾ പരിശോധിക്കാൻ നേരത്തെ തന്നെ ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അധികൃതർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ രേഖകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഡൽഹിയിലെ ചില സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടേഴ്സിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ തേടിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ വൈറ്റ് കോളർ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് നെറ്റ്വർക്കുകളുടെ മാപ്പിംഗ് പൂർത്തിയായതാണ് അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും നിർണായകമായത് ഈ ഉമർ നബിയുടെ ഫോൺ കണ്ടെടുത്തതാണ്. അദ്ദേഹത്തിന്റെ പുൽവാമയിലെ വീടിന് സമീപമുള്ള ഒരു തോട്ടിൽ നിന്ന് കണ്ടെത്തിയ ഫോണിൽ നിന്നാണ് നേരത്തെ ആക്രമണം സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ആ ഫോണിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കോൾ രജിസ്റ്റർ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അവസാന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതേസമയം ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ചില സാമ്പത്തികമായതടക്കമുള്ള ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൽഫല ചെയർമാനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സർവകലാശാലയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ഭൂമി സ്വന്തമാക്കിയത് തട്ടിപ്പിലൂടെയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മരിച്ചുപോയ 5 പേരുടെ വ്യാജരേഖകൾ നിർമ്മിച്ചാണ് ഈ ഭൂമി സ്വന്തമാക്കിയത്. ഇവരുടെ പവർ ഓഫ് അറ്റോർണി സ്വന്തമാക്കിയിരുന്ന ആൾ ഇവർ മരിച്ച ശേഷം പിന്നീട് ആ ഭൂമി സർവകലാശാലയ്ക്ക് കൈമാറുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.